കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ തീരുമാനിക്കാതെ സെനറ്റ് യോഗം പിരിഞ്ഞു. യോഗത്തിൽ വിസിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. കാലടി മുൻ വിസി MKC നായർ, ആരോഗ്യ സർവകലാശാല മുൻ വിസി MC ദിലീപ് കുമാർ എന്നിവരായിരുന്നു ഗവർണറുടെ പ്രതിനിധികൾ നൽകിയ പേരുകൾ. അതേസമയം പ്രമേയത്തെ ഭൂരിപക്ഷം അംഗങ്ങൾ അനുകൂലിച്ചെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഇന്ന് നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ തീരുമാനിക്കാതെ സെനറ്റ് യോഗം പിരിഞ്ഞു. യോഗത്തിൽ വിസിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. കാലടി മുൻ വിസി MKC നായർ, ആരോഗ്യ സർവകലാശാല മുൻ വിസി MC ദിലീപ് കുമാർ എന്നിവരായിരുന്നു ഗവർണറുടെ പ്രതിനിധികൾ നൽകിയ പേരുകൾ. എന്നാൽ ഇവരെ നിശ്ചയിക്കാനും തീരുമാനമെടുക്കാതെ യോഗം പിരിയുകയായിരുന്നു. ഏകപക്ഷീയമായ ഒരു നിലപാട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ നിലയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പെരുമാറിയത് എന്ന രീതിയിലുള്ള വിമർശനം തന്നെയായിരുന്നു ഗവർണറുടെ പ്രതിനിധികളായ സെനറ്റ് അംഗങ്ങൾ സൂചിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ പ്രതിനിധികളും അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. തീർത്തും നാടകീയമായ രംഗങ്ങൾ, ഒരു തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഹലോ നോമിനേറ്റ് ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അതിൽ അധ്യക്ഷത വഹിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരംഗം എഴുന്നേറ്റ് നിന്ന് ഇത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് അവിടെ ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടായി. ഒരു അംഗം ഒരു പ്രമേയം അവതരിപ്പിച്ചു, മറ്റൊരംഗം അതിനെ പിന്തുണച്ചു. ഭൂരിപക്ഷം അതിൻ്റെ കൂടെയാണ് നിന്നത്. തുടർന്ന് അവിടെ യാതൊരു വിധത്തിലുള്ള യോഗ നടപടികളും തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം പിരിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, തീർത്തും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്ന് കേരള സെനറ്റ് യോഗത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് R ബിന്ദുവിൻ്റെ ഭാഗത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്. സുരേഷ്, അങ്ങനെ തന്നെയാണ്. നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായ ഒരു യോഗമായി ഇന്നത്തെ ഈ സെനറ്റ് യോഗം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കം മുതൽ തന്നെ നാടകീയത നിലനിന്നിരുന്ന ഒരു യോഗം കൂടിയായി ഇന്നത്തെ ഈ കേരള സർവകലാശാലയിലെ സെനറ്റ് യോഗം മാറി എന്നുള്ളതാണ്. പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ക്ഷണമില്ലായിരുന്നിട്ട് കൂടും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പങ്കെടുത്തത് മാത്രമല്ല, മന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ തനിക്ക് പങ്കെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്ഥാനത്ത് ആളൊഴിഞ്ഞു കിടക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പകരക്കാരന്റെ ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ അത്തരത്തിലൊരു ചട്ടമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയോ ഇല്ല എന്നിരിക്കെയാണ് മന്ത്രി ഈ യോഗത്തിൽ തികച്ചും രാഷ്ട്രീയപരമായി പങ്കെടുത്ത ഒരു സമീപനം ഉണ്ടായത്. അത് മാത്രമല്ല, VC വിളിച്ച യോഗമാണ്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഔദ്യോഗികമായി വിളിച്ച യോഗം. അതും സെനറ്റ് അംഗത്തെ സെനറ്റ് യോഗം കൂടി സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകാനായിട്ടുള്ള യോഗമാണ്. ആ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് VC ആണ്. പക്ഷേ ആ അധ്യക്ഷ സ്ഥാനം മറികടന്നുകൊണ്ട് മന്ത്രി തന്നെ ആ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുക, തുടർന്ന് അജണ്ട വായിക്കുക, അജണ്ടയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഒരു ഇടതംഗം എന്നിട്ട് അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിക്കുക. പ്രമേയം CPM അംഗങ്ങൾ തന്നെ പാസ്സാക്കുക, അല്ലെങ്കിൽ അത് അംഗീകരിക്കുക, അതിനെ പിന്തുണയ്ക്കുക. മന്ത്രി അത് ഔദ്യോഗികമായി പാസ്സാക്കിക്കൊണ്ട് യോഗം പിരിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുക. തൊട്ടു പിന്നാലെ തന്നെയാണ് VCയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. താൻ വിളിച്ച യോഗമാണ്, താൻ ഔദ്യോഗികമായി പറയും വരെ ഈ പ്രമേയം പാസ്സാകില്ല, ഇങ്ങനൊരു പ്രമേയത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ നടക്കുന്നു. തുടർന്ന് തന്നെയാണ് UDF അംഗങ്ങൾ ഒരു പ്രതിനിധിയെ ഔദ്യോഗികമായി നോമിനേറ്റ് ചെയ്യുന്നത്. UDF അംഗങ്ങൾ നൽകിയ പേര് MC ദിലീപ് കുമാർ എന്നാണ്. അദ്ദേഹം മുൻ ആരോഗ്യ സർവകലാശാല VC ആണ്. വരുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് UDFന്റെ പ്രതിനിധിയായി അവർ ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രതിനിധികൾ MKC നായർ, കാലടി സർവകലാശാല മുൻ VC ആണ്. അദ്ദേഹത്തിന്റെ പേര് കൂടി നോമിനേറ്റ് ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നൽകിയിട്ടുള്ള നോമിനേഷനുകൾ ഒരുപക്ഷെ VC ഗവർണറും ചാൻസലർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് ഈ റിപ്പോർട്ടായി നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
പ്രതീക്ഷിക്കുന്നത്. ഇനി ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് ഗവർണറുടെ കൈകളിലാണ്. അദ്ദേഹമാണ് ഇതിൽ കൃത്യമായ ഒരു നടപടി ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകപക്ഷീയമായ ഒരു നിലപാട്, രാഷ്ട്രീയ ഇടപെടൽ മന്ത്രി ആർ ബിന്ദു നടത്തി എന്ന രീതിയിൽ തന്നെയാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അത് ഗവർണറുടെ നോമിനികളായിട്ടുള്ള അംഗങ്ങളും കോൺഗ്രസിൻ്റെയും വിൻസെന്റിന് അടക്കമുള്ള സെനറ്റ് അംഗങ്ങൾ അത്തരത്തിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. എന്നാൽ ഇതിനെ ന്യായീകരിക്കുന്ന മന്ത്രിയുടെ ഇടപെടലിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്, വിശദീകരണ ശ്രമങ്ങളാണ് ഇടത് അംഗങ്ങളുടെ ഭാഗത്തിനുണ്ടായത്. അവരുടെ ഒരു ഭാഷ്യം ഈ ഒരു തരത്തിലാണ്. തികച്ചും രാഷ്ട്രീയമായി തന്നെയായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ എന്നുള്ള ഒരു ആരോപണമാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, UDFന്റെ പ്രതിനിധികളും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, യോഗം അലങ്കോലമാക്കാനുള്ള ശ്രമം ആദ്യം മുതൽ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് മന്ത്രിയുടെ ഇടപെടൽ എന്നുള്ളതായിരുന്നു ഗവർണർ നോമിനേറ്റ് ചെയ്ത 11 അംഗ അംഗങ്ങൾ ഉന്നയിച്ചത്. സമാനമായി തന്നെ സർവകലാശാലയ്ക്ക് ഒരു സ്ഥിരം VC വേണം, അതുമായുള്ള ബന്ധപ്പെട്ട നടപടികൾ കൃത്യമായി മുന്നോട്ട് പോകണം, അത് ജനാധിപത്യപരമാകണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ, വിൻസെന്റ് MLA ഉൾപ്പെടെ ഉള്ളവർ ഉന്നയിച്ചത്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ന്യായീകരണങ്ങൾ, മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇടത് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലൊരു യോഗം ചേരാനുള്ള ഒരു രീതിയിലുമുള്ള ചട്ടമില്ല. പിന്നീട് എന്തിനാണ് യോഗം തന്നെ ചേരുന്നത് എന്നൊരു കാര്യമാണ് CPMന്റെ അംഗങ്ങൾ ഈ ഒരു യോഗത്തിന് ശേഷം മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ച സമയത്ത് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, ചർച്ചകൾ ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു യോഗം പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രതിനിധിയെ കണ്ടെത്താനാകാതെ പിരിയുന്നത് എന്നുള്ളതാണ്. എന്നാലും കാർഷിക സർവകലാശാലയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിനിധിയെ കണ്ടെത്താനാകാതെ കേരള സർവകലാശാല യോഗവും അടിച്ചു പിരിയുന്നത് അല്ലെങ്കിൽ അലങ്കോലമായി പിരിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിൽ ന്യായീകരണവുമായി മന്ത്രി ഒരു ഭാഗത്ത് തുടരുന്നു. ഇനി ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി നിർണായകമാണ്. അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളും കേരള സർവകലാശാല VCയുടെ സ്ഥിരം VC നിയമനത്തിലെ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ കണ്ടെത്തുന്നതിൽ ഏറെ നിർണായകമാണ്. സുരേഷ്, ശാലി, കഴിഞ്ഞ ദിവസം ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും വിരോധം തോന്നാൻ കാരണം കൃത്യമായ രീതിയിൽ ധാർമ്മികമായിട്ടുള്ള വശം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഞാൻ നടത്തുന്നത്. ഇവിടെ സ്വജനപക്ഷപാതമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പല ഇടപെടലും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാല VCയുമായി ബന്ധപ്പെട്ട തൻ്റെ ഇടപെടൽ, അതിനുള്ളൊരു വിരോധമാണ് ഈ SFI പ്രവർത്തകരെ ഇറക്കിവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ചെയ്യുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അടക്കം ആവർത്തിച്ചത്. അതായത് താൻ ഒരു തരത്തിലും പിറകോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഓരോ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ എന്താണോ സെനറ്റിൻ്റെ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ, അതിനെപ്പോലും ആ ഒരു നിയമവ്യവസ്ഥയെ പോലും ആ ഒരു ക്രൈറ്റീരിയയെ പോലും മാനദണ്ഡത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കൂടിയുണ്ട്. വിവിധ പരിപാടികൾക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയ ഗവർണർ കഴിഞ്ഞ ദിവസം തിരിച്ച് കൊച്ചിയിലും തൃശ്ശൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ അദ്ദേഹം തിരികെ തലസ്ഥാനത്തേക്ക് എത്തും, രാജ്ഭവനിലേക്ക് എത്തും. എന്തായാലും അദ്ദേഹം ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് അന്ത്യശാസനം എന്നോണമാണ് എല്ലാ സർവകലാശാലകൾ, പ്രത്യേകിച്ച് 8ഓളം സർവകലാശാലകൾക്ക് അന്ത്യശാസനം എന്നോണമാണ് ഈ യോഗം നടത്തണം. ഒപ്പം തന്നെ സെർച്ച് കമ്മിറ്റി പ്രതിനിധികളെ, സർവകലാശാല പ്രതിനിധികളെ നൽകണമെന്നുള്ളൊരു ആവശ്യം ഗവർണർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ, സർവകലാശാലകൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ CPM തുടരുന്ന നിലപാട് സർവകലാശാല ഭേദഗതി ബില്ല്, പ്രത്യേകിച്ച് 5 അംഗമാക്കുന്ന സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി ഏകീകരണം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് വെക്കുന്ന ആ ഒരു ബില്ല് അത് ഗവർണർ അംഗീകരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ച സാഹചര്യത്തിൽ ഗവർണർക്കൊപ്പം പോകേണ്ട, ഗവർണർ ചോദിച്ചിട്ടുള്ള പ്രതിനിധിയെ നൽകേണ്ട എന്നൊരു നിലപാട് CPM പൊതുവെ സ്വീകരിക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ അജണ്ട കൂടിയാണ്. എന്തായാലും ആ അജണ്ട നടപ്പാക്കാനുള്ള CPMന്റെ നടപടിയെ ഏത് തരത്തിൽ ഇനി ഗവർണർ നേരിടുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും VC നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വിമർശനങ്ങൾ അത് കോടതി കയറുമെന്നുള്ളത് ഏകദേശം ധാരണയായിട്ടുണ്ട്. എന്തായാലും ഈ മാസം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ സർവകലാശാലകളിലും VC നിയമനത്തിനുള്ള പ്രതിനിധിയെ കിട്ടണം എന്നുള്ളതാണ് രാജ്ഭവനും ഗവർണർ നൽകിയിട്ടുള്ള അന്ത്യശാസനം. അത് ഏതൊക്കെ സർവകലാശാലകൾ അംഗീകരിക്കുമെന്നുള്ളത് കണ്ടറിയാം. ഒപ്പം തന്നെ നാളെ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് രാജ്ഭവനിലേക്ക് എത്തുന്ന ഗവർണർ സ്വീകരിക്കുന്ന നിലപാടും ഏറെ നിർണായകമാണ്.
സുരേഷ്. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങളാണ് ഇന്ന് അരങ്ങേറിയത്. ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധി തീരുമാനിക്കാതെയാണ് ഇന്നത്തെ സെനറ്റ് യോഗം പിരിഞ്ഞത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.